ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചീരയും ശംഖുപുഷ്പവും ഉപയോഗിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. പണ്ട് മുതലേ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഫ്ലവറാണ് ശംഖുപുഷ്പം. ഇതിൻ്റെ ഉപയോഗം ഒരുപാടുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിനും കണ്ണിനും സ്കിന്നിനും ബുദ്ധിക്കും ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. ഇതിൻ്റെ ജ്യൂസ് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷവും ഉണർവും ഒക്കെ ലഭിക്കുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ നല്ല ബുദ്ധി കൂടുന്നതിനും ഇത് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഡെയിലി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇത്രയും ഫ്ലവേഴ്സാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കാണാം. ആ ഫ്ലവർ നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. നല്ലോണം തിളപ്പിച്ച് ആ ഒരു കളറ്, ബ്ലൂ കളറ് വെള്ളത്തിൽ വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. നല്ല എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നമ്മുടെ ആരോഗ്യത്തിന് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിളച്ച് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ടല്ലോ, നല്ലൊരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ കിട്ടിയ ജ്യൂസ് നമുക്ക് ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഐസ് ട്രേയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഐസ് ക്യൂബാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമുക്ക് ശംഖുപുഷ്പം കിട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഐസ് ക്യൂബാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗ്ലാസ്സിലും ഇട്ട് കുടിക്കാവുന്നതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വയ്ക്കാം. അടുത്ത ജ്യൂസ് ചീര വെച്ചിട്ടാണോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള ചീരയാണ്. ഈ ചീരയുടെ നല്ല ഒരു തണ്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീവ്സ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടും. നല്ല പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ജ്യൂസും നമ്മൾ അതേ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഐസ് ട്രേയിലാക്കിയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ 2 ഐസും ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെയും അതേപോലെ ചീരയുടെയും ഐസാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക കളർഫുള്ളാണല്ലേ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അട്രാക്റ്റീവ് ലുക്ക് തന്നെ കിട്ടും. അതേപോലെ ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കുടിച്ചോളും കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ ശംഖുപുഷ്പത്തിൻ്റെ ഐസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു മാജിക്ക് നമുക്ക് കാണാൻ കഴിയും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറ് ഒരു വയലറ്റ് കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ കളർഫുള്ളായിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ നിങ്ങൾക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കളർഫുൾ ഡ്രിങ്കുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മോള് വന്നിട്ടുണ്ട്. അവളെ കുടിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു വേനൽക്കാലത്ത് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ചീരയുടെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല അടിപൊളി ഡ്രിങ്കാണ്. എനിക്കിഷ്ടപ്പെട്ടു.